രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെ അറിയാം. വോട്ടെണ്ണലിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ 18ാം ലോക്സഭയുടെ സ്ഥാനം ഏറെ പ്രത്യേകതകളുള്ളതാണ്. 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിനൊടുവിൽ വോട്ടെണ്ണലിലേക്ക് കടക്കുമ്പോൾ ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാകും എണ്ണുക. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യമാകുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. വിജയാഹ്ലാദ പ്രകടനത്തിലടക്കം നിയന്ത്രണങ്ങൾ വേണമെന്ന് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം വ്യക്തമാകുമെന്നതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. നാളെ വോട്ടെണ്ണുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയും ബിജെപിയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്ന തിരക്കിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബിജെപിയുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന ദേശീയ നേതാക്കളുടെ ഓൺലൈൻ യോഗവും ഉണ്ടാകും. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. കോൺഗ്രസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഫലം കൊണ്ടുവെന്ന സൂചനകൾ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ബിജെപി മുന്നണിക്ക് മൂന്നാമതും അധികാര തുടർച്ച ലഭിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും രാജ്യത്ത് ഇന്ത്യ സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.